നമസ്കാരം. ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ്. എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് ഞാൻ കരുതിയത് എന്റെ ശബ്ദമാണ്. എന്റെ അപ്പച്ചന്റെ ശബ്ദം ഈ അമിതാഭ് ബച്ചന്റെ ശബ്ദം പോലെയാണ്, ബും ബും എന്നുള്ള ശബ്ദമാണ്. അമ്മയുടെ ശബ്ദമാണെങ്കിൽ ഈ പാറമേ ചിരട്ടിട്ടറിയുന്ന ശബ്ദമാണ്. അപ്പൊ എനിക്ക് അമ്മയുടെ ശബ്ദം കിട്ടിയത്. ഞാൻ ഈ കുട്ടിക്കാലത്തൊക്കെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞാൽ ആദ്യം എന്റെ പേര് എഴുതും. വോഡാഫോണിൽ നിന്നൊക്കെ എനിക്ക് ഫോൺസ് വരുന്നത് ഇങ്ങനെയാണ്: മാഡം, പുതിയൊരു ഓഫർ ഉണ്ടെന്ന് പറയും. വീട്ടിൽ ഫോൺ എടുത്തു കഴിയുമ്പോൾ ഹലോ അന്നംകുട്ടി എന്ന് എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്നംകുട്ടി അല്ല, മകനാണ്. ഓ, ശബ്ദം കേട്ടപ്പോ എന്ന് പറഞ്ഞാൽ ഒത്തിരി കളിയാക്കലുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി എംബാരസ്മെന്റ് ഉണ്ടാക്കിയ, ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു എന്റെ ശബ്ദം. ബാംഗ്ലൂർ ബികോം പഠിക്കാൻ വേണ്ടി ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനേ വാതുറക്കാനേ ടെൻഷനാണ്. രണ്ട് ടെൻഷനാണ്: ഒന്ന്, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ കുഴപ്പം; രണ്ട്, ഈ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ ആളുകൾ എന്ത് കരുതുന്നുള്ള ടെൻഷൻ. കോളേജ് തുടങ്ങി 2-ാം ദിവസം ഞാൻ അവിടെയുള്ളൊരു കിയോസ്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലം. 2 ടേബിൾ ഉണ്ട്. ഒരു ടേബിളിൽ ഞങ്ങൾ ആമ്പിള്ളേരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ടേബിൾ പെൺകുട്ടികളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു. ഞാനിങ്ങനെ മലയാളത്തിൽ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത്. പെട്ടെന്ന് അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ ബോയ്, ക്യാൻ യു പ്ലീസ് കം ഡൗൺ എന്ന് പറഞ്ഞു. കണ്ടിട്ടൊരു സീനിയർ ചേച്ചി പോലെയൊക്കെ തോന്നി. അപ്പൊ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കാരണം പെൺകുട്ടികളെ വിളിച്ച് ആ ഒരു ലൈനിലേക്ക് നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ ആ കൊച്ചനോട് പറഞ്ഞതാണ്, I don't know who you are. I don't know which class you belong to. But I was listening to you. Your voice is musical. People will feel like listening to you. ഇങ്ങനൊരു ഡയലോഗ് അടിച്ചു. അത് നിന്റെ ശബ്ദം മ്യൂസിക്കലാണ്, കേൾക്കുന്നവർക്ക് അത് കേട്ടോണ്ടിരിക്കാൻ ചിലപ്പോൾ തോന്നിയേക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഏറ്റവും വെറുത്ത എന്റെ ശബ്ദത്തെ മ്യൂസിക്കലാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങാകെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞു പോന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പ്രസന്റേഷൻ ഉണ്ട്. ജോയിൻ ചെയ്ത കുട്ടികളെല്ലാം ആദ്യമായിട്ട് ഓരോ പ്രസന്റേഷൻ ചെയ്യണം. എന്റെ 8-ാം നമ്പറാണ്. ആദ്യത്തെ 8 പേര് പ്രസന്റ് ചെയ്യണം. 8ാമത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ശബ്ദം കുറേയൊക്കെ മ്യൂസിക്കലാണ്, ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞ് പഠിച്ചൊരു സാധനം കാണാപ്പടം കലക്കി. പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ആലിസ് മണി എന്ന് പറഞ്ഞ മാം, അവരിപ്പോഴും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് ബാംഗ്ലൂർ. അവർ പറഞ്ഞതാണ്, ഐ വിൽ ഗിവ് ദിസ് ബോയ് 10 out of 10. നോട്ട് ഫോർ ദ കണ്ടന്റ് ബട്ട് ഫോർ ഹിസ് കോൺഫിഡൻസ്. ഞാൻ ഈ പയ്യന് 10-ൽ 10 കൊടുക്കും. അവന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റിക്കൊന്നുമല്ല, അവന്റെ കോൺഫിഡൻസിന്. ഞാൻ കരുതിയ എന്റെ വീക്ക്നെസ് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞത് എനിക്കൊരു പരിചയം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഇന്ന് ഇപ്പോ റേഡിയോ മിർച്ചിയിൽ ഒരു RJ ആയിട്ട് ജോയിൻ ചെയ്തേക്കാണ്. എന്റെ ശബ്ദം കൊണ്ടാണ് ഞാൻ ഈ ജീവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇവിടം വരെ എത്താൻ കാരണമായത് ഒരു വീഡിയോ ഒക്കെ വൈറലായതാണ്. ആ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ള എനിക്ക് കോൺഫിഡൻസ് എന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന എന്നോട് നിന്റെ ശബ്ദം നല്ലതാന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, സുഹൃത്തുക്കളെ, ആരാണ് ഈ ദൈവം? തകർന്നൊരുത്തന്റെ ജീവിതത്തിൽ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരുത്തന്റെ ജീവിതത്തിൽ ഒരു പ്രകാശവും പ്രതീക്ഷയും കൊടുക്കുന്നവനാണ് ദൈവം. നമുക്കൊക്കെ ദൈവമാവാനുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര പേരെ കണ്ടുമുട്ടുന്നു. നമ്മളൊക്കെ വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, ദേ അവൻ വരുന്നുണ്ട്, അതോ ദേ മാരണം വരുന്നുണ്ട്, അങ്ങനെ പറയും. എമ്മാനുവൽ സിനിമയില് വളരെ എന്നെ സ്വാധീനിച്ചൊരു വാചകമുണ്ട്: ദൈവം ചിലർക്ക് ഒരുപാട് പണം കൊടുക്കും, ചിലർക്ക് ഒരുപാട് അധികാരം കൊടുക്കും, പക്ഷെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം പടച്ചോന്റെ ഹൃദയം കൊടുക്കും. അത് സ്നേഹം എന്താണെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കാനാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞൊരു വാചകം, യുവർ വോയിസ് ഈസ് മ്യൂസിക്കൽ, ദാറ്റ് ചേഞ്ച് മൈ ലൈഫ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലുതായി എടുത്ത് മെല്ലെ ഒന്ന് ഹൃദയത്തിൽ വെക്കുക, മെല്ലെ ഒന്ന് കണ്ണടയ്ക്കുക, എന്നിട്ട് ഉള്ളിൽ നിങ്ങൾക്കറിയാവുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, വേറെ ഒന്നും തന്നില്ലെങ്കിലും നിന്റെ ഹൃദയം എനിക്ക് തരണമേ. ആർക്കെങ്കിലും ഒക്കെ പ്രതീക്ഷ കൊടുക്കുന്ന, ആരെങ്കിലും കൈപിടിച്ച് കയറ്റുന്ന നല്ലൊരു ഹൃദയം. ഹാവ് എ വെരി നൈസ് ഡേ. എൻജോയ്. ബൈ.